നീ ആ മൊബൈലൊന്നും എടുക്ക്, പോവാൻ സമയമായി. നേരം പറയുമ്പോ ഈ മൊബൈല് പോയി. ആ മൊബൈലാണ്. ഇതെന്താ? ഇത് മൊബൈല് അല്ല, ചാറ്റിങ്, അനുപമയായിട്ടുള്ള ചാറ്റിങ്. സ്ക്രിപ്റ്റ് ഒന്ന് തരുമോ ചേട്ടാ? അത് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ഓൾ ഇന്നലെ ചാറ്റ് ചെയ്ത് ചോദിച്ചു. അത് ഞാൻ അതിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥത്തോട് ചോദിക്കുന്നല്ലേ. ഓക്കെ, അവിടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടൂല സ്ക്രിപ്റ്റ്. നേരത്തെ സ്ക്രിപ്റ്റ് റെഡിയാക്കി കൊടുക്കണം. അല്ല അതൊരു വേണ്ട. അതിന് മുന്നത്തെ ചാറ്റിങ് എന്താ? ഗുഡ് നൈറ്റ് അനു. അവളെ പേര് അനുപമ എന്നല്ലേ? ഷോർട്ടാക്കി അനു എന്നൊക്കെ വിളിക്കാൻ മാത്രം എന്ത് ബന്ധങ്ങൾ തമ്മിലുള്ളത്? അനു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനുപമ എന്ന് വിളിക്കുന്നതിന്റെ അത്രയും ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണല്ലോ. നമുക്ക് കുറെ തിരക്കുണ്ടല്ലോ. ഓ അയ്യാടാ, എന്നെ മുഴുവൻ പേര് വീണേ എന്നും പറഞ്ഞാണല്ലോ വിളിക്കല്. ഇതുപോലെ എന്നെ ഷോർട്ടായിട്ടൊന്നും വിളിക്കാറില്ലല്ലോ. മാത്രല്ല, കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഫേസ്ബുക്കിൽ? അതിൽ നിങ്ങളുടെ മുഖം എങ്ങോട്ടാ, ആരുടെ അടുത്താ നിൽക്കുന്നത്? ഇവളുടെ അടുത്താണ് നിൽക്കുന്നത്. അത് നോട്ട് എങ്ങനെയാണെന്നറിയോ? എന്തിനാ അവളെ നോക്കി നിൽക്കുന്ന ഫോട്ടോ അവിടെയല്ലേ? അങ്ങോട്ട് നോക്കി എടുത്താ പോരെ? പിന്നെ നിങ്ങളുടെ ഇതിന് മുന്നത്തെ വർക്കിൽ അവളുണ്ടായിരുന്നു? അതിന് മുന്നത്തെ വർക്കിലോ? ഉണ്ടാവായിരിക്കും അല്ല, ഉണ്ട്. എല്ലാ വർക്കിലും അവളുണ്ട്. അതൊരു കാര്യം. പിന്നെ ലൊക്കേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങളെ പുറകെ മൊത്തം ഇങ്ങനെ നടക്കുക, ബാക്കിൽ നടക്കുക. നിങ്ങൾ എന്തിനെങ്കിലും ബാക്കിൽ നടക്കുക? നിങ്ങൾക്ക് മുന്നിൽ നടന്നൂടെ? അതിപ്പോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് മുന്നിൽ നടന്നാൽ എന്താ കുഴപ്പം? നിങ്ങൾ ഈ പെണ്ണുങ്ങളെ ബാക്കിൽ തന്നെ നടക്കണോ? മുന്നിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് റിവേഴ്സിൽ നടക്കാൻ പറ്റുമോ? ഒരു പോകുന്നതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാലോ. അതുകൊണ്ടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ പൊട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഷൂട്ടിന് പോണില്ല പോരെ. അപ്പൊ പിന്നെ സുഖായി. ഇവിടുന്ന് ചായയും ചോറൊക്കെ കഴിച്ച് ഫുൾ ടൈം പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാം. മര്യാദക്ക് ഷൂട്ടിലങ്ങ് പോയിക്കോ, കേട്ടല്ലോ? അയ്യോ, ഇതിപ്പോ കൈതമുള്ള ഒഴിഞ്ഞ മാതിരിയാണല്ലോ. അങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ടും പറ്റൂല എന്നുള്ള അവസ്ഥയാണല്ലോ.